എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 3-4 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. RRB NTPC നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അതായത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും +2 യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് RRB NTPC ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട്. 5000-ലധികം ചോദ്യങ്ങൾ RRB NTPCയുടെ മാതൃകയിൽ നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള അവസരം ഈ ഒരു ഗൈഡിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 131 ഫ്രീ ലേണിംഗ് വീഡിയോസ് ഈ ഒരു ഗൈഡിനൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും ഈ ഒരു ഗൈഡ് പർച്ചേസ് ചെയ്യാത്തവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ മുഖാന്തരമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ, ഇനി അതുമല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വേദിയാണ്. അതായത് 2024 സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് വേദിയായത് എവിടെയാണ്? അപ്പോൾ സംസ്ഥാനതല വന്യജീവി വാരാഘോഷം നടക്കുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബറിലെ ആദ്യത്തെ ആഴ്ചയിലാണ്. അപ്പോൾ എന്താണ് ആ ഒരു വന്യജീവി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് 2024 വേദിയായത് എവിടെയാണ്? അത് തേക്കടി. എവിടെയാണ്? തേക്കടിയിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. 2024 സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് വേദിയായത് എവിടെയാണ്? തേക്കടിയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. അത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2024 മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത്. അപ്പോൾ വീണ്ടും വേദിയാണെന്ന് പറഞ്ഞു അല്ലെ. അതായത് എന്തിന്റെ വേദിയാണ്? 2024 മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ. എന്താണ് മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ എന്ന് പറയുന്നത്? അതായത് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത്? മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ. അപ്പോൾ ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കര. എവിടെയാണ്? കൊട്ടാരക്കരയാണ്. ഇതുകൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. അതായത് 2025 കൂടി എന്ത് ചെയ്യുക? കേരളത്തെ എന്താണ് വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നൊരു കാര്യം കൂടി ഈ ഒരു ഉദ്ഘാടനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ്. അതായത് സായുധ സേന മെഡിക്കൽ സർവീസസിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? സായുധ സേന മെഡിക്കൽ സർവീസസിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? അത് ആരതി സരീൻ. ആരാണ്? ആരതി സരീനാണ്. വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. എന്തിന്റെയാണ്? സായുധ സേന മെഡിക്കൽ സർവീസസിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആണ് ആരെന്ന് പറയുന്നത്? ആരതി സരീൻ. അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കൊച്ചി വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തു പോകാം. കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ്. എന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്? 2023 അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി ആയിരുന്നു. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരത്തെ പറ്റിയാണ്. അതായത് 2024 അർബൻ ട്രാൻസ്പോർട്ട് ഇന്നോവേഷനുള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ്? അപ്പോൾ എന്താണ്? 2024 അർബൻ ട്രാൻസ്പോർട്ട് ഇന്നോവേഷൻ ഉള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കൊച്ചി വാട്ടർ മെട്രോയ്ക്ക്. ആർക്കാണ്? കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. 2023 ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കൊച്ചി വാട്ടർ മെട്രോയാണ്. ഇനി കുറച്ച് പുസ്തകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്ന പുസ്തകം ഓർമ്മകളും മനുഷ്യരും. എന്താണ്? ഓർമ്മകളും മനുഷ്യരും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? സുനിൽ പി ഇളയിടം. ആരാണ്? സുനിൽ പി ഇളയിടം രചിച്ച പുസ്തകം ഏതാണ്? ഓർമ്മകളും മനുഷ്യരും. ഇനി അടുത്ത പുസ്തകം നമ്മളൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചൊരു പുസ്തകമായിരിക്കും. അതായത് എന്താണ്? സ്വർഗസ്ഥനായ ഗാന്ധിജി. കൃത്യമായിട്ട് ഓർക്കുക. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? KT ജലീൽ. ആരാണ്? KT ജലീലാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പുസ്തകം എന്ന് പറയുന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. അതായത് 2024 പ്രസിദ്ധീകരിച്ച ബ്രയാൻ ലാറയുടെ ഓർമ്മക്കുറിപ്പുകൾ. അപ്പോൾ എന്താണ്? 2024 പ്രസിദ്ധീകരിച്ച ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ബ്രയാൻ ലാറയുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അപ്പോൾ പുസ്തകത്തിലേക്ക് വരുന്നതിന് മുൻപ് ആരാണ് ബ്രയാൻ ലാറ എന്ന് പറയുന്നത്? വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരമാണ് ബ്രയാൻ ലാറ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴും ഒരു റെക്കോർഡ്, അദ്ദേഹത്തിന്റെ പേരിലുള്ള റെക്കോർഡ് തകർക്കപ്പെട്ടിട്ടില്ല. അതായത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടെ പേരിലാണ്? ബ്രയാൻ ലാറയുടെ പേരിലാണ്. എത്രയാണ്? 400 ആണ്. അപ്പോൾ 400 റൺസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു നേട്ടം ഇതുവരെയും തകർക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്രയാൻ ലാറയുടെ എന്താണ് ഓർമ്മക്കുറിപ്പുകൾ എന്ത് ചെയ്തു? 2024 പുറത്തിറങ്ങി. എന്താണ് പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത്? ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ്. എന്താണ്? ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇനി അതിനൊപ്പം തന്നെ ഓർത്ത് വയ്ക്കുക, ലാറയും അതുപോലെ തന്നെ ഫിൽ വാൾക്കറും ചേർന്നാണ് ഈ ഒരു പുസ്തകം എഴുതിയത്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നവംബർ 9 LSD മെയിൻസ് എക്സാം നടക്കുകയാണ്. 2 പേപ്പറുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പോൾ ഒരുപാട്
പേര് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു LSDയുടെ സെക്കൻഡ് പേപ്പർ, അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് പുറത്തിറക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ടാലന്റ് പുറത്തിറക്കിയ LSDI പേപ്പർ 2, അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇനി അതും അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പുതിയ പേരാണ്, അതായത് പൂനെ എയർപോർട്ടിന്റെ പുതിയ പേര് എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? പൂനെ എയർപോർട്ടിന്റെ പുതിയ പേര് എന്താണ്? അത് ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട്. എന്താണ്? ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട് എന്നാണ് ഏത് എയർപോർട്ടിന്റെ, പൂനെ എയർപോർട്ടിന്റെ പുതിയ പേര്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, രാജ്യത്ത് ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്പോൾ എന്താണ്? രാജ്യത്ത് ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് ക്രൂയിസ് ഭാരത മിഷൻ. എന്താണ്? ക്രൂയിസ് ഭാരത മിഷൻ 3 ഘട്ടങ്ങളായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ ക്രൂയിസ് ഭാരത മിഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ്. കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വേദിയാണ്, അതായത് 2023 സരസ്വതി സമ്മാൻ പുരസ്കാര സമർപ്പണത്തിന്റെ വേദി. അപ്പോൾ 2023 സരസ്വതി സമ്മാൻ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യുകയാണ്, സമ്മാനിക്കുകയാണ്. 2024 നടക്കുന്നത്. അപ്പോൾ 2024 നടക്കുന്നത്. പക്ഷേ 2023 സരസ്വതി സമ്മാനത്തിന് എന്താണ്, പുരസ്കാര സമർപ്പണമാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ കാര്യമായിട്ട് ഓർത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് 2023 സരസ്വതി സമ്മാനം ലഭിച്ചത്? അത് പ്രഭാവർമ്മയ്ക്കാണ്. ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. കാര്യമായിട്ട് ഓർക്കുക. അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിനായിരുന്നു പുരസ്കാരം? രൗദ്ര സാത്വികം. ഏതാണ്? രൗദ്ര സാത്വികം എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പ്രഭാവർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാനം എന്ത് ചെയ്ത് ലഭിച്ചത്. അത് 2024 സമ്മാനിക്കുന്നു. എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആരാണ് പുരസ്കാരം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ദാമോദർ മൗസോ. ആരാണ്? ദാമോദർ മൗസോയാണ്. നമുക്കറിയാം ദാമോദർ മൗസോ എന്ന് പറയുന്നത് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? 57ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ദാമോദർ മൗസോ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്തത്, പുരസ്കാരം സമർപ്പിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഓപ്പറേഷൻ ആണ്, അതായത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2. എന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പറയുന്നതിനെ പറ്റി ഒന്ന് ഓർത്തു നോക്കാം. അതായത് 2024 ഏപ്രിൽ മാസത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. അപ്പൊ എന്താണ്? 2024 ഏപ്രിൽ മാസത്തിൽ എന്ത് ചെയ്തു, ഇറാൻ ഇസ്രായേലിനെതിരെ എന്ത് ചെയ്തു, മിസൈൽ ആക്രമണം നടത്തി. അപ്പൊ അതിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. അപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, എന്താണ്, ഇറാന്റെ ഇസ്രായേൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. 2024 ഒക്ടോബറിൽ മൊസാദിന്റെ ആസ്ഥാനത്തിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2. അപ്പൊ എന്താണ്? 2024 ഒക്ടോബറിൽ മൊസാദിന്റെ ആസ്ഥാനത്തിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്ന് കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊസാദ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇസ്രായേലിന്റെ ചാര സംഘടനയാണ്. അപ്പൊ മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചാര സംഘടനയാണ്. അപ്പൊ അതുകൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതിനൊപ്പം ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക, അതായത് ഈ ഒരു ആക്രമണം, അതായത് ഇറാൻ ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമണത്തെ UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആരാണ്, അന്റോണിയോ ഗുട്ടറസ് എന്ത് ചെയ്തില്ല, അപലപിച്ചില്ല എന്നുള്ളൊരു കാരണത്തെ ചൊല്ലി. അത് എന്താണ്, അപലപിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നൊരു കാരണത്തെ ചൊല്ലി എന്താണ്, ഇസ്രായേൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുന്നു, നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇസ്രായേലിലേക്ക് പ്രവേശിക്കാനായിട്ട് ഗുട്ടറസിന് എന്ത് ചെയ്തിരിക്കുന്നു, നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വരാനിരിക്കുന്ന ഒരു മിഷനെ പറ്റിയാണ്. അതായത് ഇന്ത്യ എന്ത് ചെയ്യുകയാണ്, ശുക്രയാൻ ഉണ്ടെന്ന് പറയുന്ന മിഷൻ, അതായത് ഇന്ത്യയുടെ വീനസ് ഓർബിറ്റർ മിഷൻ എന്ത് ചെയ്യുകയാണ്, വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാണ് വിക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2028 മാർച്ച് 29. അപ്പോൾ നിലവിൽ ഉള്ള ഡേറ്റുകൾ പ്രകാരം എന്താണ്, 2028 മാർച്ച് 29 ഇന്ത്യ എന്ത് ചെയ്യും, വിക്ഷേപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ, ഇപ്പോൾ എന്താണ് കാലാവസ്ഥയിൽ എന്താണ് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞ് വിക്ഷേപണം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 2028 മാർച്ച് 29 എന്ത് ചെയ്യുകയാണ്, ശുക്രയാൻ ഒന്ന് വിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. LVM-3 എന്ന് പറയുന്ന വാഹനത്തിലാണ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ LVM-3 എന്ന് പറയുന്ന വാഹനത്തിൽ വിക്ഷേപിക്കുന്നു. അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3യിലാണ് എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കാൻ പോകുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, അത് വിക്ഷേപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സ്പേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് അടുത്തിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട പ്ലൂട്ടോയുടെ ഉപഗ്രഹം. അതായത് എന്ത് ചെയ്തു, അടുത്തിടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ്, അതായത് നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ത് ചെയ്തു, ഈ പറയുന്ന പ്ലൂട്ടോയുടെ ഒരു ഉപഗ്രഹത്തിൽ എന്ത് ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ അത് ഏത് ഉപഗ്രഹത്തിൽ നിന്നാണ്, അത് ഷാരോൺ. ഏതാണ്, ഷാരോൺ എന്ന് പറയുന്ന പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിലാണ് എന്ത് ചെയ്തത്, അടുത്തിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക.
ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് 2024 വനിതാ T20 ലോകകപ്പ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? നമുക്കറിയാം ബംഗ്ലാദേശ് ആയിരുന്നു വേദി. അവിടുത്തെ കലാപത്തെ തുടർന്ന് എവിടത്തേക്ക് മാറ്റി? UAE മാറ്റി. അപ്പോൾ അതെന്ത് ചെയ്യുകയാണ്? ആരംഭിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? അതിലെ ആദ്യത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെ തമ്മിലാണ്? അത് ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും. ആരൊക്കെയാണ്? ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിലാണ് ആദ്യത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ പറയുന്ന എന്താണ്? എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത്? 10 ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. അതിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ഇന്ത്യൻ ടീമിനെ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് നയിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ടീമിൽ 2 മലയാളികളുണ്ട്. ആരൊക്കെയാണ്? ആശാ ശോഭനയും സജന സജീവനും. ആരൊക്കെയാണ്? ആശാ ശോഭനയും സജന സജീവനുമാണ്. ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 2024 വനിതാ T20 ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിൽ? ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിലാണ്. ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു വേദിയാണ്. അതായത് 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഇപ്പോൾ ഇതാണ് 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ വേദി. അതായത് ഫൈനൽ റൗണ്ട് മത്സരത്തിന്റെ വേദി എവിടെയാണ്? അത് ഹൈദരാബാദാണെന്ന് ഓർക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ 77ാമത് സന്തോഷ് ട്രോഫിയുടെ വേദി എവിടെയായിരുന്നു? ഇറ്റാനഗറായിരുന്നു. എവിടെയാണ്? ഇറ്റാനഗർ ആയിരുന്നു. അതുകൂടി ഓർക്കുക. അന്ന് ജേതാക്കളായത് ആരാണ്? സർവീസസ് ആണ്. അപ്പോൾ 77ാമത് സന്തോഷ് ട്രോഫി ജേതാക്കളായത് ആരായിരുന്നു? സർവീസസ് ആണ്. അപ്പോൾ 78ാമത് എവിടെയാണ്? ഹൈദരാബാദ് നടക്കുകയാണ്. ഒരുപാട് PSC പരീക്ഷകൾ വരാതിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് 10ാം ക്ലാസ് +2 യോഗ്യതയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ജനറൽ ബാച്ച്, ഇനി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച്, അതുപോലെ തന്നെ HSA സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ചർച്ച ചെയ്ത പോലുള്ള നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? 2024 സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് വേദിയായത് എവിടെയാണ്? തേക്കടിയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ എന്താണ്? 2024 മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് എവിടെ വെച്ചെന്ന് പറഞ്ഞു. എവിടെ വെച്ചാണ്? കൊട്ടാരക്കര വെച്ചാണ്. അപ്പോൾ എവിടെ വെച്ചാണ്? കൊട്ടാരക്കര വെച്ചാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു? ഒരു അപ്പോയിന്റ്മെന്റ്, അതായത് ആർതി സരീൻ എന്തായിട്ടാണ് നിയമിതയായത്? സായുധ സേന മെഡിക്കൽ സർവീസസിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആർതി സരീൻ നിയമിതയായി. ഇനി ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം, അതായത് 2024 അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ആരുടെ? ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണ്? അത് കൊൽക്കത്തയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് കുറച്ച് പുസ്തകങ്ങളായിരുന്നു. അതായത് സുനിൽ പി ഇളയിടത്തിന്റെ ഏത് പുസ്തകം? ഓർമ്മകളും മനുഷ്യരും. അതുപോലെ തന്നെ KT ജലീൽ എഴുതിയ പുസ്തകം ഏത് പുസ്തകം? സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറയുന്ന പുസ്തകം. ഇനി ബ്രയാൻ ലാറയുടെ ഒരു ഓർമ്മക്കുറിപ്പ്. എന്താണ്? ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ്. എന്താണ്? ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ്. ഇനി അതിനുശേഷം ഒരു പുതിയ പേര് പറഞ്ഞു. പൂനെ എയർപോർട്ടിന്റെ പുതിയ പേര് എന്താണ്? ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട്. എന്താണ്? ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട് എന്നാണ് പൂനെ എയർപോർട്ടിന്റെ പുതിയ പേര്. ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു. എന്താണ്? ക്രൂയിസ് ഭാരത മിഷൻ. എന്താണ്? ക്രൂയിസ് ഭാരത മിഷൻ. അപ്പോൾ ആ പേര് തന്നെയുണ്ട്. എന്തിനാണ്? രാജ്യത്ത് ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി എന്താണ്? ക്രൂയിസ് ഭാരത മിഷൻ. ഇനി അതിനുശേഷം പറഞ്ഞതാണ് 2023 സരസ്വതി സമ്മാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ 2023 സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്കാണ്. കൃതി ഏതാണ്? രൗദ്ര സാത്വികമാണ്. ഇനി അതിന്റെ പുരസ്കാര സമർപ്പണം, അതായത് 2023 സരസ്വതി സമ്മാനത്തിന്റെ പുരസ്കാര സമർപ്പണം 2024 നടക്കുന്നു. എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചാണ്. കാര്യമായിട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഒരു മിസൈൽ ആക്രമണത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ആര് നടത്തിയത്? ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം. അതായത് 2024 ഒക്ടോബറിൽ മൊസാദിന്റെ ആസ്ഥാനത്തിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2024 ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം, അതിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാണ്. അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്? ശുക്രയാൻ എന്ത് ചെയ്യുകയാണ്? വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ്. 2028 മാർച്ച് 29 LVM 3 എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. അതിനുശേഷം പറഞ്ഞെന്താണ്? പ്ലൂട്ടോയുടെ ഒരു ഉപഗ്രഹം, അതായത് ഷാരോൺ എന്ന് പറയുന്ന ഉപഗ്രഹം. അപ്പോൾ ഈ ഒരു ഉപഗ്രഹത്തിൽ എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. ആരാണ് കണ്ടെത്തിയത്? നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ആണ് കണ്ടെത്തിയത്. ഇനി നമ്മുടെ T20 വേൾഡ് കപ്പുമായിട്ട്, വനിതാ T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതായത് 2024 വനിതാ T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും ആണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? ഹൈദരാബാദാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2022 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എ ചിരഞ്ജീവി, ബി രജനീകാന്ത്, സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി മിഥുൻ ചക്രവർത്തി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക.
രണ്ടാമത്തെ ചോദ്യം, തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഏത് ജില്ലയിലെന്നാണ്? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് ഇടുക്കി, ബി കോട്ടയം, സി പാലക്കാട്, ഓപ്ഷൻ ഡി തൃശൂർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ സി തിരുവനന്തപുരം, ബി പാലക്കാട്, സി കണ്ണൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കണ്ണൂരാണ് എന്ത് ചെയ്തത് നിലവിൽ വന്നത്. കാര്യമായിട്ട് ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2024 സെപ്റ്റംബറിൽ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ സി ജിതേന്ദ്ര ജാദവ്, ബി ശ്രീനിവാസൻ, ഓപ്ഷൻ സി അലോക് രാജ്, ഓപ്ഷൻ ഡി പ്രദീപ് സിംഗ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ജിതേന്ദ്ര ജാദവ് ആണ് എന്തായിട്ട് നിയമിതനായത്? എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത്. അപ്പോൾ ഇതുകൂടി കാര്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയർസ് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ഒക്ടോബർ 3-4 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.